പോളിവിനൈൽ ക്ലോറൈഡ് PVC സ്ട്രക്ചർ CH2CHCl n ടൈംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മോണോമർ ആയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ് ബോയിൽ ചെയ്യുക -14°C. അപ്പോൾ വിനൈൽ ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ 2 മെത്തേഡിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിലീൻ ഡൈക്ലോറൈഡ് ഇൻ വേപ്പർ ഫേസിലുള്ളതിനെ ക്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസറ്റിലീനെ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ സസ്പെൻഷൻ വഴി അല്ലെങ്കിൽ എമൽഷൻ വഴി നമുക്ക് ഇൻഡസ്ട്രിയൽ പോളിമറൈസേഷൻ ഓഫ് വിനൈൽ ക്ലോറൈഡ് ക്യാരിഡ് ഔട്ട് ചെയ്യാം. ഇനി ലിമിറ്റഡ് ക്വാണ്ടിറ്റീസാണ് റിക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൾക്ക് പോളിമറൈസേഷനാണ് സ്യൂട്ടബിൾ. പിന്നെ എമൽഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിഡോസ് ഇനീഷ്യേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൾക്ക് സസ്പെൻഷൻ പോളിമറൈസേഷനിലെ അസോ കോമ്പൗണ്ടാണ് ഇനീഷ്യേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അവിടെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. എമൽഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോ ടെമ്പറേച്ചറെ ആവശ്യമുള്ളൂ. അവിടെ 20°C പറയുന്നുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സസ്പെൻഷൻ ഓർ ബൾക്ക് പോളിമറൈസേഷൻ റിക്വയർ ഹൈ ടെമ്പറേച്ചർ 50 to 80°C. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് PVC പാർഷ്യലി സിംബിയോടാക്റ്റിക് ആണ്. അതായത് കംപ്ലീറ്റ്ലി റെഗുലർ സ്ട്രക്ചർ അല്ല അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് ലോ ക്രിസ്റ്റലൈനിറ്റി ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ദെൻ PVC അതിൻ്റെ മോണോമർ ആയിട്ടുള്ള വിനൈൽ ക്ലോറൈഡിൽ, അതുപോലെ തന്നെ ആൽക്കഹോൾസിൽ, വാട്ടർ, ഹൈഡ്രോ കാർബൺസ് ഇതിലൊക്കെ എന്താണ് ഇൻസൊല്യൂബിൾ ആണ്. അറ്റ്ലീസ്റ്റ് അപ് ടു 20°C വരെ ആസിഡ്സ് ആൽക്കലീസിനൊന്നും PVCൻ്റെ മേലെ ഇഫക്റ്റ് ഇല്ല. പിന്നെ കീറ്റോൺസ്, ക്ലോറിനേറ്റ് ഹൈഡ്രോ കാർബൺസിൽ PVC ഡിസോൾവ് ചെയ്യും. ദെൻ PVCയുടെ ഒരു എക്സലൻറ്റ് സോൾവെൻ്റ് ആണ് അസറ്റോണിൻ്റെയും കാർബൺ ഡൈസൾഫൈഡിൻ്റെയും മിക്സ്ചർ. നമ്മൾക്കറിയാം PVC ചീപ്പസ്റ്റ്, അതുപോലെ തന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്ലാസ്റ്റിക് ആണ്. ദെൻ അതിൻ്റെ യൂസസ് നമുക്ക് നോക്കാം. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് cable insulation, equipment parts, pipes, laminated materials and in fiber manufacture ഇതിലൊക്കെ യൂസ് ആക്കുന്നുണ്ട്. പോളിമറിൻ്റെ ഡീകളറൈസേഷന് ഇതൊരു കാരണമാകും. അത്തരത്തിലുള്ള ഡീകളറൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ സ്റ്റെബിലൈസേഴ്സ് യൂസ് ആക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ആൽക്കലി എർത്ത് ഓക്സൈഡ്സ്, ഓർഗനോ മെറ്റാലിക് സാൾട്ട്സ്, എപ്പോസി കോമ്പൗണ്ട്സ് ആൻഡ് അമൈൻ ടൈപ്പ് കോമ്പൗണ്ട്സ്. ദെൻ PVC പ്ലാസ്റ്റിസോൾസ്, ഓർഗനോസോൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഴ്സ് ലൈക്ക് കോമ്പോസിഷനാണ്. എമൽഷൻ പോളിമറൈസ്ഡ് PVC റെസിൻ പാർട്ടിക്കിൾസ് എന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിസോളിൻ്റെയും ഓർഗനോസോളിൻ്റെയും പ്രൊഡക്ഷൻ ഒന്ന് പറയുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിസൈസർക്ക് PVC പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റിസോൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഓർഗനോസോൾ ഉണ്ടാക്കുന്നത് ഒരു വോളറ്റൈൽ ഓർഗാനിക് ലിക്വിഡിൻ്റെയും പ്ലാസ്റ്റിസൈസറിൻ്റെയും മിക്സ്ചർക്കാണ് നമ്മൾ PVCനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ക്ലോറിൻ ഇൻ PVC എന്ന് പറയുന്നത് 56.8% ആണ്. ഇത് ഫർദർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും 60 to 65% വരെ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 100°C ക്ലോറിനേറ്റ് ചെയ്ത് കണ്ട്, അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻ്റ് ഒക്കെ വെച്ച് ക്ലോറോബെൻസീനിൽ ഡിസോൾവ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന പോളിമർ പിന്നീട് ക്ലോറിനേറ്റഡ് PVC എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ CH2 യൂണിറ്റുമെന്നാണ് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരുന്നത്. ഏതിനേക്കായും CHCl യൂണിറ്റിൽ നിന്ന് H റിമൂവ് ചെയ്യുന്നതിനേക്കായും. ദെൻ പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജ് ഓഫ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത് മോർ റെസിസ്റ്റൻറ്റ് ടു ആസിഡ് ആൻഡ് ബേസസ്, ഒന്നും കൂടി റെസിസ്റ്റൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ടുവാർഡ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ. ദെൻ മാനുഫാക്ചർ ഓഫ് അഡിസീവ്സ്, കോട്ടിങ്സ് ആൻഡ് ഫൈബേഴ്സ് ഇതിലൊക്കെയാണ് ക്ലോറിനേറ്റഡ് PVC യൂസ് ആക്കുന്നത്. അപ്പോൾ ക്ലോറിനേറ്റഡ് PVC നമ്മൾ പറഞ്ഞു PVCയെ ക്ലോറിനേഷൻ ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ യൂസസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡെലിവറി പൈപ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലിക്വിഡ് ഹാൻഡ്ലിംഗ്. അതുപോലെ തന്നെ പോർട്ടബിൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടിനൊക്കെ ഇത് യൂസ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ പറയുന്നത് നമ്മൾ PVCയെ ടെട്രാക്ലോറോ ഈഥേൻ സൊല്യൂഷനിൽ എടുക്കുക. ദെൻ Cl2 പാസ് ചെയ്യുക അറ്റ് 50 to 100°C.
പിന്നെ ഈ മെറ്റീരിയൽസിന് ലിമിറ്റഡ് വാല്യൂ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പുവർ കളർ, പുവർ ലൈറ്റ് സ്റ്റെബിലിറ്റി, ബ്രിട്ടിൽനെസ്, അതുപോലെ തന്നെ ലോ സോഫ്റ്റിംഗ് പോയിൻ്റ് ഒക്കെ ആയതുകൊണ്ട്. ദെൻ UV റെസിസ്റ്റൻ്റ് ആണ്. ഹൈ ഹീറ്റ് ഡിസ്റ്റോഷൻ ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉണ്ട്.